നമുക്കങ്ങ് തമിഴകത്തേക്ക് പോകണം. അവിടെ അഴകിയ തമിഴ് മകൻ വിജയ് ഇതാ അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. TVK നിയമസഭാ കക്ഷി നേതാവായി വിജയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം. മറ്റന്നാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുമതി തേടി ഗവർണർക്ക് കത്തയച്ചിട്ടുണ്ട്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട കേവല ഭൂരിപക്ഷം പക്ഷേ ഈ ഘട്ടത്തിലും TVKക്ക് ലഭിച്ചിട്ടില്ല. പകരം DMK ഇതര പാർട്ടികളുടെ പിന്തുണ തേടാൻ ചെന്നൈയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ്. കോൺഗ്രസിന്റെ പിന്തുണ തേടി KC വേണുഗോപാൽ ഇപ്പോൾ കത്തയച്ചിരിക്കുന്നു. ഇന്ന് ദില്ലിയിൽ കോൺഗ്രസ് യോഗം ചേർന്ന ഹൈക്കമാൻഡ് യോഗത്തിൽ ഇതിലൊരു തീരുമാനമെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദിൽ പാലോടാണ് ചേരുന്നത്. ആദിൽ, ചെന്നൈയിലും തിരക്കിട്ട ചർച്ചകളാണ്. TVKയുടെ അധ്യക്ഷൻ ദളപതി വിജയുടെ സത്യപ്രതിജ്ഞ എപ്പോൾ എന്ന ചോദ്യമാണ്. പക്ഷേ അതിന് ചില കടമ്പകൾ കടക്കേണ്ടതുണ്ട്. കേവല ഭൂരിപക്ഷം എന്ന മാജിക് നമ്പറിലേക്ക് എത്തേണ്ടതുണ്ട്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ പിന്തുണ തേടുന്നു. കോൺഗ്രസിന്റെ നിലപാട് എന്താ എന്നത് ഏറെ നിർണായകമാകും. ആദിൽ പാലോട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായും TVKക്ക് ഇനി അധികാരത്തിലെത്തണമെങ്കിൽ, ഭരണത്തിൽ സർക്കാർ രൂപീകരിച്ച് വിശ്വാസം നേടണമെങ്കിൽ 10 സീറ്റുകൾ കൂടി വേണം എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ കണക്ക്. 5 സീറ്റുകൾ കൈവശമുള്ള കോൺഗ്രസുമായി കൈപിടിക്കാനുള്ള നീക്കം വിജയ് എടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായി നേരത്തെ തന്നെ അനൌദ്യോഗിക ചർച്ചകൾ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ തമിഴ്നാട് കോൺഗ്രസ് ഖാർഗെക്ക് ഇത് സംബന്ധിച്ചൊരു കത്തും നൽകിയിരുന്നതാണ്. തമിഴ്നാട്ടിലെ പ്രവർത്തകരുടെ വികാരം TVKക്കൊപ്പം പോകണം എന്നുള്ളത് തന്നെയാണ് എന്നതായിരുന്നു വികാരം. അതനുസരിച്ച് കത്ത് നൽകിയിരുന്നു. ഇപ്പോഴിതാ വിജയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു നീക്കം നടന്നിരിക്കുന്നു. TVK KC വേണുഗോപാലിന് AICC സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് കത്ത് നൽകിയിരിക്കുകയാണ്. സഖ്യം സംബന്ധിച്ച്, പിന്തുണ സംബന്ധിച്ച് സ്വാഭാവികമായും എന്ത് തീരുമാനം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇന്ന് വൈകുന്നേരം ഒരു യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കേരളം അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ വിലയിരുത്തുന്നതിനുള്ള യോഗമാണ്. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ദില്ലിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഖാർഗെയും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും അടങ്ങുന്ന നേതാക്കൾ കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് എന്താണ് തീരുമാനം എന്ന് അറിയിക്കാം എന്നാണ് TVKക്ക് നൽകിയിരിക്കുന്ന മറുപടി. ഏതായാലും നിർണായക നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷേ അങ്ങനെ വന്നാലും 5 സീറ്റുകൾ കൂടി ഉണ്ടെങ്കിലേ ഭരണം നേടാനാകൂ. 2 സീറ്റുകളുള്ള CPM, 2 സീറ്റുകളുള്ള CPI, 2 സീറ്റുള്ള മുസ്ലിം ലീഗ്, ഈ 3 കക്ഷികളോടും പിന്തുണ തേടിയിട്ടുണ്ട് TVK. ഇവരുടെ നിലപാട് നിർണായകമാണ്. ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ, നേതൃയോഗങ്ങളൊക്കെ ചേർന്ന ശേഷമായിരിക്കും അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക എന്നാണ് ഇടതു പാർട്ടികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. DMKക്ക് പക്ഷേ ഈ നീക്കങ്ങളിലൊക്കെ അതൃപ്തിയുണ്ട്. തങ്ങളുടെ വോട്ട് നേടി തങ്ങളുടെ കൂടി സ്വാധീനം കൊണ്ട് ജയിച്ചു കയറിയ കോൺഗ്രസും ഇടതു പാർട്ടികളുമെല്ലാം ഈ ചർച്ചകളിലേക്ക് പോകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന വികാരമാണ് DMK പങ്കുവയ്ക്കുന്നത്. DMK പ്രതിപക്ഷമായിരിക്കുമെന്ന നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. TVKയുമായി ഒരു സഖ്യത്തിനോ ഒരു തരത്തിലുള്ള സഹകരണത്തിനോ ഇല്ല എന്നുള്ള കടുത്ത നിലപാടാണ് MK സ്റ്റാലിൻ മുൻ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത്. ഏതായാലും എന്തൊക്കെയാണ് ഇനി തമിഴകത്ത് സംഭവിക്കുക എന്നുള്ളത് ആകാംക്ഷ നിറയ്ക്കുന്നു. വിനീത, അതാണ് ദളപതി വിജയ്. അദ്ദേഹം കേവല ഭൂരിപക്ഷത്തിലേക്ക് TVK എത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി DMK ഇതര പാർട്ടികളെ പിന്തുണ തേടുകയാണ്. ഏറ്റവും നിർണായകമായ ചോദ്യം, ഈ മണിക്കൂറിലെ നിർണായകമായ ചോദ്യം, കൈപിടിക്കുമോ വിജയ് എന്നതാണ്. നേരത്തെ തന്നെ TVK കോൺഗ്രസുമായുള്ള സഖ്യ നീക്കങ്ങൾക്ക് ആലോചിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഉണ്ടായില്ല. DMKയുമായി ഇന്ത്യ മുന്നണിയിലൊക്കെ വലിയ ബന്ധമുള്ളതുകൊണ്ട് കോൺഗ്രസ് അതിന് തയ്യാറായതില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് TVKയുമായി കൈകോർത്തുകൊണ്ട് ഭരണത്തിലേക്ക് എത്തണമെന്നതാണ്. ഏതായാലും KC വേണുഗോപാലിന്റെ കത്തയച്ചു. ഇന്ന് രാവിലെ പ്രതികരിക്കുമ്പോഴും KC വേണുഗോപാൽ പറഞ്ഞത് TVK അത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നാണ്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ നമുക്കറിയാം ദില്ലിയിൽ യോഗം ചേർന്ന് അതിൽ നിർണായക തീരുമാനത്തിലേക്ക് എത്തും.